അപേക്ഷകത്ത് ആൻ യേശുദാസ് ആദിനാട്. ഈ അപേക്ഷകത്ത് അമ്മയുടെ വിമല ഹൃദയം വഴി പിതാവിലേക്ക് സമർപ്പിക്കുന്നു. ഇത് ഉപകാര സ്മരണയ്ക്കാക്കി മാറ്റണമേ. നാളെ എനിക്ക് തിരുവനന്തപുരത്ത് പോയി മന്ത്രിയെ കാണുവാനായിട്ട് പോവുകയാണ്. നാളെ തന്നെ ഒരു തടസ്സവും കൂടാതെ പോകുന്ന കാര്യം ഒരു തടസ്സവും കൂടാതെ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ അപേക്ഷക്കത്ത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുന്നു. കർത്താവിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ സാധിച്ചു തരണമേ എന്ന് അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ അപേക്ഷയോടൊപ്പം എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും അപേക്ഷിക്കുന്നു. ജിനി ആന്റണി, കായംകുളം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, അമ്മേ മാതാവേ. ഈ അപേക്ഷകത അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഇത് ഉപകാര സ്മരണയ്ക്കാക്കി മാറ്റണമേ. ഞാൻ കമ്പ്യൂട്ടർ TTCക്ക് പഠിക്കുകയാണ്. ഈ മാസം 12, 13 തീയതികളിൽ എനിക്ക് ആലപ്പുഴയിൽ വെച്ച് എക്സാം നടക്കുകയാണ്. എന്റെ പരീക്ഷയെ പൂർണ്ണമായും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ച് എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് എല്ലാ കാര്യങ്ങളും നന്നായി പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നന്നായി പരീക്ഷ എഴുതുവാനും വേണ്ട അനുഗ്രഹം അമ്മ വാങ്ങിത്തരണമേ. ഇതോടൊപ്പം എല്ലാ മക്കൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അമ്മേ, അങ്ങേ തിരുക്കുമാരിൽ നിന്നും ഈ അനുഗ്രഹങ്ങൾ വാങ്ങിത്തരണമേ എന്ന് അമ്മയോട് താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജാസ്തി, കായംകുളം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, അമ്മേ മാതാവേ. ഈ അപേക്ഷകത്ത് അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുന്നു. ഇത് ഉപകാര സ്മരണയ്ക്കാക്കി മാറ്റണമേ. അമ്മേ, എന്റെ ജീവിത പങ്കാളിയുടെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളുടെയും മദ്യപാനം, പുകവലി മുതലായ ദുശ്ശീലങ്ങൾ മാറ്റിത്തരണമേ. ഞങ്ങളുടെ കടബാധ്യതകൾ മാറ്റിത്തരണമേ. ഗൾഫിൽ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് രാജു എന്ന മകനെ അനുഗ്രഹിക്കണമേ. ജോലി ചെയ്യുന്ന കൃത്യമായ ശമ്പളം കിട്ടുവാൻ ഇടയാക്കണമേ. കേസിന്റെ പൈസ കിട്ടുവാൻ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ അപേക്ഷ എല്ലാ മക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ബീന, കരുനാഗപ്പള്ളി. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ കഥയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ വിമല ഹൃദയം വഴി കർത്താവിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ കഥ ഉപകാര സ്മരണയ്ക്കാക്കി മാറ്റണമേ. എന്റെ വലതുവശത്തെ ഡ്രസ്സിന് വേദനയും ശരീരത്തിന് ഭയങ്കര ക്ഷീണവും തളർച്ചയും ആയിരുന്നു. ഡോക്ടറെ കാണിച്ചു. 2 ആഴ്ചയായി ഗുളിക മുടങ്ങാതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദന മാറുന്നില്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് തിരിച്ച് ചെല്ലുവാൻ ഡോക്ടർ പറഞ്ഞു. അതുവഴി സ്കാനിങ് ചെയ്യുവാനും പറഞ്ഞു. ഇത് പറഞ്ഞിരിക്കെ ഇപ്പോൾ നെഞ്ചിനകത്ത് മുഴുവൻ ഭയങ്കര വേദനയാണ്. ഇടയ്ക്കിടെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. വലത് കൈക്ക് ഭയങ്കര വേദനയാണ്. ഈ അവസ്ഥയോടുകൂടി എന്നെ പരിപൂർണമായി പരിശുദ്ധ ദൈവമാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്റെ രോഗത്തെ അവിടുന്ന് എടുത്തു മാറ്റണമേ. കർത്താവേ, എന്റെ രോഗാവസ്ഥയിൽ നിന്നും അന്ധകാര ശക്തിയുടെ എല്ലാവിധമായ ഉപദ്രവങ്ങളിൽ നിന്നും പരിപൂർണമായി സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയം വഴി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം നമുക്ക് അമ്മയുടെ വിമല ഹൃദയം വഴി നമുക്ക് കൊടുക്കാം. ഈ മക്കളെ പൂർണ്ണമായി സമർപ്പിക്കാം. ഇവരുടെ അപേക്ഷകളും അതുപോലെയുള്ള ഇവരുടെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധാത്മാവാൽ നിറച്ച്
കർത്താവിന്റെ തിരുഹിതം ഈ മക്കളിൽ നിറവേറുവാൻ നമുക്ക് പരിശുദ്ധാത്മ ശക്തിയാൽ എല്ലാ വിശുദ്ധരോടും മലാഹമാരുടെയും ബന്ധത്തിൽ അവരുടെ മാധ്യസ്ഥതയിൽ പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയം വഴി പിതാവിനോട് യാചിക്കാം. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ആരാധന, ഹല്ലേലൂയ, ഹര 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 ഈശോയെ മുൾമുടി ധരിപ്പിക്കുന്നു. രാജാതിരാജനായി ഈശോയുടെ ശിരസിൽ പടയാളികൾ